നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഡോക്ടർമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവരെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അതിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സംഘം ആൾക്കാർ അവരെ ഉപദ്രവിക്കാൻ വരാറുണ്ട്. അതിനെ തുടർന്ന് പലപ്പോഴും പ്രഷറിൽ പോലീസ് തന്നെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. നമ്മളിന്ന് നോക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഒരു ടോർഷ്യസ് ആക്ട് ആണ്. മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ് ഒരു നെഗ്ലിജൻസ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ഡോക്ടർക്കും ഒരു പേഷ്യൻറ്റിനെ ഉപദ്രവിക്കണമെന്നുള്ളൊരു ചിന്ത കാണത്തില്ല. പക്ഷേ അവർ പലപ്പോഴും നെഗ്ലിജൻസ് ചെയ്യാറുണ്ട്. അവരിൽ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യാറുണ്ട്. കാരണം ഇന്ന് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇത് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ പ്രൊഫഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അതിൽ ഡെഡിക്കേറ്റ് ചെയ്യാതെ ഇരുന്നാൽ, പ്രോപ്പറായിട്ട് പഠിക്കാതെ ഒരു കാര്യം ചെയ്താൽ അത് വളരെ ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോകും. അതുപോലെ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും അവിടെ നല്ല ഫെസിലിറ്റീസ് ആവശ്യമാണ്. പലപ്പോഴും സർക്കാർ വിങ്ങിലുള്ള ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം പലപ്പോഴും ഉണ്ടാവത്തില്ല. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അവിടെ വരികയും ചെറിയ സിസ്റ്റം മാത്രമേ ഉണ്ടാവുകയും ചെയ്താൽ ഒരു ഡോക്ടർക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാരും കൂടെ അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡോക്ടർമാരെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. അതിനെ പിന്തുടർന്നുകൊണ്ട് മറ്റു ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഉപദ്രവിച്ച് തുടങ്ങാറുണ്ട്. അങ്ങനെ ഒരു ഡോക്ടറിനെ പലപ്പോഴും ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലതേ കൈ ഓപ്പറേഷൻ ചെയ്യാനുള്ള സ്ഥലത്ത് ഇടതേ കൈ ഓപ്പറേഷൻ ചെയ്യുക, കത്രിക വയറ്റി വെച്ച് തുന്നിക്കെട്ടുക, പ്രോപ്പറായിട്ട് മെഡിസിൻസ് കൊടുക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ വരാതിരിക്കുക, കറക്റ്റ് സമയത്ത് വരാതിരിക്കുക. അത് കാരണം അവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനെ ബാധിക്കുക. ചില സമയത്ത് ഒരു ഡോക്ടർ വേണ്ട സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരിക്കത്തില്ല, വേറൊരു ഡ്യൂട്ടി ഡോക്ടർ പോലും കാണത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമാണ്. പക്ഷേ എല്ലാ മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കാരണം ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അതൊരു സയൻസ് ഫീൽഡാണ്. അവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. നമ്മളെ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഭൂരിഭാഗവും കെമിസ്ട്രിയാണ്. ലബോറട്ടറി ടെസ്റ്റുകൾ അതൊക്കെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫിസിക്സ് ഉണ്ട്, ഭൂരിഭാഗം മെഡിക്കൽ എക്യുപ്മെന്റ്സും ഫിസിക്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. മാത്സ് ഉണ്ട്, നമുക്കറിയാലോ, കാൽക്കുലേഷൻ, ടൈം കാൽക്കുലേഷൻസ് ഒക്കെ അതൊക്കെ മാത്സ് ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ യൂണിവേഴ്സൽ നിയമങ്ങളാണ്, ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഒരു പാമ്പ് കടിയേറ്റ് ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറിന്റെ അടുത്ത് വന്നാൽ ഡോക്ടർ പറയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വാ, നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? 2 ദിവസം കഴിയുമ്പോൾ അവർ ആള് തീർന്നു പോകും. അതേസമയം ഒരു കേസ് കോടതിയിൽ 2 ദിവസം കഴിഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞാൽ 2 3 1 മാസം കഴിഞ്ഞോ കേൾക്കാം. കാരണം അത് ഹ്യൂമൻ ലോ ആണ്. ഒരു ഡോക്ടർ ചെയ്യുന്നത് യൂണിവേഴ്സൽ ലോ ആണ്. ആ യൂണിവേഴ്സൽ ലോയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും മെഡിക്കൽ നെഗ്ലിജൻസ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പാമ്പ് കടിയേറ്റ ഒരു പേഷ്യന്റ് വരെയാണ്. അവർ നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവർ വേറൊരു ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിടും. ആ ഡോക്ടർക്ക് തന്നെ അറിയാമായിരിക്കും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. ആ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ ആ പേഷ്യന്റ് മരണപ്പെട്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഡോക്ടർക്ക് അറിയാമായിരിക്കും. എന്നിരുന്നാൽ പോലും അവർ അങ്ങനെ പറഞ്ഞു വിടണമെങ്കിൽ അവർക്ക് പേടിയുണ്ട്. ഇവിടെ ഇട്ട് ട്രീറ്റ്മെന്റ് നടത്തി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നെ കുറ്റപ്പെടുത്തും, എന്തുകൊണ്ട് ആശുപത്രിയിൽ അയച്ചില്ല എന്ന് പറഞ്ഞായിരിക്കും അവർ അടിയുണ്ടാക്കുന്നത്. ഇതെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് ആ ഡോക്ടർ അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് നടത്തിയെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? ആ പേഷ്യന്റ് ഒന്നുകിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ മരണപ്പെടും. മരണപ്പെട്ടാലോ അത് ഒരിക്കലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. കാരണം എന്താണ്? ആ പേഷ്യന്റിനെ രക്ഷിക്കണം. കൃത്യസമയത്താണ് ആ പേഷ്യന്റ് എത്തിയിരിക്കുന്നത്. ആ പേഷ്യന്റിന് ഇവിടെ വെച്ച് മെഡിക്കൽ ഇന്റർവെൻഷൻ കൊടുത്താലേ പറ്റത്തുള്ളൂ. ആ പേഷ്യന്റിനെ വേറൊരു ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടാൽ ആ പേഷ്യന്റ് അവിടെ എത്തൂല, അല്ലെങ്കിൽ അതിന് മുമ്പേ മരണപ്പെട്ടു പോകും എന്ന് ആ ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ ആ ഡോക്ടർ ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് നടത്തിയാൽ അത് ഒരിക്കലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. അവിടെ ഇനി എന്ത് ഫെസിലിറ്റീസ് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്തോട്ടെ, അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. പലപ്പോഴും ഡോക്ടർമാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. കാരണം ഇങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇനിയുള്ള ഡോക്ടർമാരത് കണ്ടിട്ട് അവരും അത് കണക്ക് തന്നെ ചെയ്യും. ഇപ്പോൾ ഡോക്ടർമാർക്ക് ഒരുപാട് റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഉണ്ട്. നിയമം വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് അതൊരു ക്രൈം ആവുന്നത്? അതാ ക്രൈം ആവുമോ? അതാ നെഗ്ലിജൻസേ ആവത്തുള്ളൂ? നെഗ്ലിജൻസ് ആയ അവർക്ക് ഉണ്ടാവുന്ന ലയബിലിറ്റീസ് എന്താണ്? നമ്മൾ കൃത്യമായിട്ട് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല പറയുന്നത്. പകരം ഒരു ഡോക്ടർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും? ഇൻ കേസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കെതിരായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ഒരു പോലീസ് ആക്ഷൻ പോലും വരികയാണെങ്കിൽ അവരടുത്ത് എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും? അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് ആണെന്ന് വിലയിരുത്തുന്നത്. നമുക്കത് കേട്ട് കഴിയുമ്പോൾ ഏകദേശ കാര്യങ്ങൾ അത്രയും നമുക്ക് പിടികിട്ടും. അത് നമുക്കൊന്ന് നോക്കാം. ഈ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ദോ ഡോക്ടേഴ്സ് ഓറ ഓഫ് ഗോഡ്ലിനെസ് ആൻഡ് ഹോളിനെസ് ഈസ് എ മിത്ത്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ പരിവേഷമാണ്, അല്ലെങ്കിൽ വിശുദ്ധിയുടെ പരിവേഷമാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അതൊരു മിത്താണ്.
they are volunteers who take the risk of dealing with the most intricate, delicate and complex machine on earth, the human body. അവർ കൈകാര്യം ചെയ്യുന്നത് എന്തിനെയാണ്? ഏറ്റവും സങ്കീർണമായിട്ടുള്ള, ലോലമായിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീനെയാണ്. ഭൂമിയിലെ മെഷീൻ, പ്രപഞ്ച നിയമത്തിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന മെഷീൻ, അതാണ് മനുഷ്യ ശരീരം. മനുഷ്യന്റെ ശരീരം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം. ഇപ്പൊ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കും ഇത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാരണം ഈ മൃഗങ്ങൾക്ക് വന്ന് പ്രതികരിക്കാനായിട്ട് പറ്റൂലല്ലോ. മനുഷ്യനാണല്ലോ അത് പ്രതികരിക്കണം, അവനാണല്ലോ ബുദ്ധിയുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ മനുഷ്യന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് മെഷീൻ ആണത്. എനി സർജിക്കൽ പ്രൊസീജിയർ ഓർ മെഡിക്കൽ ഇന്റർവെൻഷൻ ഓൺ ദിസ് ഹൈലി കോമ്പൗണ്ട് മെഷീൻ ക്യാരി സം ഇൻഹെറന്റ് റിസ്ക്. ഇതിനകത്ത് നടത്തുന്ന സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയറുകളും മെഡിക്കൽ ഇന്റർവെൻഷൻസും എല്ലാം എന്താണ്? അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ എന്താണ്? റിസ്കി പ്രൊഫഷൻ ആണ്. ദർ ഈസ് ഓൾവേസ് ദ ചാൻസ് ദാറ്റ് ദ ട്രീറ്റ്മെന്റ് ഡസ് നോട്ട് ഗോ ആസ് പ്ലാൻഡ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പലപ്പോഴും വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ജൂനിയർ ഡോക്ടർമാരുടെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ ചെറിയ ചെറിയ മെഡിസിൻ കൊടുക്കാനായിട്ട് സീനിയർ ഡോക്ടർമാർ തന്നെ പറയും. അഥവാ ഇന്നൊരു അസുഖം വരികയാണെങ്കിൽ, ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് വലിയ മെഡിസിൻ ഒന്നും കൊടുക്കണ്ട, ചെറിയ രീതിയിലുള്ള വല്ലതും കൊടുത്താൽ മതി എന്ന് പറയും. അതൊരു തെറ്റാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തി തന്നെ പോകുന്ന ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റിന് എങ്ങനെയാണോ മെഡിസിൻ കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ കൊടുത്തു പോകണം. പലരും പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം വലിയ മെഡിസിൻ വല്ലതും എടുത്ത് കൊടുത്ത് വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ ആൾക്കാരെല്ലാം കൂടെ കയറി നമ്മുടെ കൈകാര്യം ചെയ്യും. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അയ്യോ ഇത് നിസ്സാരമായി ഈ ഗുളികയാണ് കൊടുത്തത്, ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യും. അതും വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ സാധിക്കും. ആ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു ഡോക്ടർ എപ്പോഴും. അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടർമാർ ഒരിക്കലും പേടിക്കാൻ പാടില്ല, ധൈര്യമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ആ പ്രൊഫഷനിൽ, നന്നായിട്ട് പഠിച്ചെടുക്കണം ആ കാര്യങ്ങൾ. അതിനുശേഷം അവർ ഭയങ്കര കോൺഫിഡൻസോടുകൂടി, ധൈര്യത്തോടുകൂടി അവരെ പരിശോധിക്കണം, അതിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം. സർജിക്കൽ ആണെങ്കിൽ സർജിക്കൽ ഇന്റർവെൻഷൻസ് നടത്താം. അപ്പോൾ അത് വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ അല്ല മരുന്ന് വേറൊരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ചിലർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം അതിലുണ്ടാവും. പലപ്പോഴും ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്നത് എക്സ്പീരിയൻസ് മാത്രമാണ്. എന്നാൽ സീനിയർ ഡോക്ടർമാർക്ക് പോലും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. മരുന്ന് പ്രോപ്പറായിട്ട് ഒരാളുടെ ശരീരത്തിൽ അലിക്കാതെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലോട്ട് അത് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കത്തില്ല ആ ഒരു കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അടിയാൻ പിടിച്ചുള്ള അവസ്ഥ എന്തരായിരിക്കും? അപ്പൊ ആ ഡോക്ടർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തരായിരിക്കും? അവർക്ക് പിന്നെ അടുത്തൊരു പേഷ്യന്റിനെ നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഇത് കാണുന്ന മറ്റു ഡോക്ടർമാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ട്രീറ്റ്മെന്റ് നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? വെൻ തിങ്സ് ഗോ റോങ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദ ഫാൾട്ട് ഓഫ് ദ ഡോക്ടർ. അങ്ങനെ തിങ്സ് വേറെ രീതിയിലോട്ട് പോയാൽ അതൊരിക്കലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ നെഗ്ലിജൻസ് എപ്പോഴാണ് ആവുന്നത്? പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നാൽ, പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ കൊടുക്കാതിരുന്നാൽ. അതല്ലാതെ ഒരു ഡോക്ടർ പ്രോപ്പറായിട്ട് മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ഒരിക്കലും അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. എ കോംപ്ലിക്കേഷൻ ബൈ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് നെഗ്ലിജൻസ്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒരിക്കലും നെഗ്ലിജൻസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. ദർ ഈസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അഡ്വൈസ് ഓർ അൺടുവേർഡ് ഇവന്റ് ആൻഡ് നെഗ്ലിജൻസ്. ഈ അഡ്വൈസ് ആയിട്ടുള്ള അൺടുവേർഡ് ആയിട്ടുള്ള ഇവന്റും നെഗ്ലിജൻസും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെഡിസിനാണ് കൊടുത്തത്, അത് അയാളുടെ ശരീരത്തിൽ എന്തുകൊണ്ടോ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതൊരിക്കലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. ഇനി അങ്ങനെ വന്നാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളത്, വേറെ മെഡിസിൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടാനും ഒക്കെ അതിന്റെ സീനിയോറിറ്റി. അതുകൊണ്ടാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഡെഡിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഇവന്റിൽ ചെയ്യാൻ പറ്റുന്നത്. ഹൗവർ ദർ ഈസ് എ ഗ്രോയിങ് ടെൻഡൻസി ടു അക്യൂസ് ദ ഡോക്ടർ ഓഫ് ആൻ അഡ്വൈസ് ഓർ അൺടുവേർഡ് ഇവന്റ്. നെഗ്ലിജൻസിന്റെ കാര്യമല്ല പറയുന്നത്, അഡ്വൈസോ അൺടുവേർഡ് ആയിട്ടുള്ള ഇവന്റിൽ ഡോക്ടർമാരെ പ്രതിയാക്കുന്നത് നാട്ടുകാർക്ക് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. ഒരു നെഗ്ലിജൻസ് ചെയ്താൽ ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ഡോക്ടർമാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ പാമ്പിന്റെ കേസ് തന്നെ അവിടെ കൊണ്ടുവന്ന സമയത്ത് ആ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം മറ്റേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആൾ മരണപ്പെടും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഇത് ഇവിടെ നോക്കാതെ അയക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അടി കിട്ടും എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ്. നത്തിങ് ക്യാൻ ബി മോർ പ്രൊഫഷണലി ഡാമേജിങ് ഓർ ഇമോഷണലി ഡ്രെയിനിങ് ദാൻ ബീയിങ് അറേഡ് ആസ് ആൻ അക്യൂസ്ഡ് ഇൻ എനി സച്ച് ആക്ഷൻ. ഈ ഡോക്ടർമാർക്ക് അവർക്ക് ഇങ്ങനെ ഒരു പ്രതി ചേർക്കപ്പെട്ടാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഇമോഷണലി ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പ്രൊഫഷണലായിട്ടുണ്ടാകുന്ന ആ ഒരു ധൈര്യക്കുറവ് ഒക്കെ അവർക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അങ്ങനെ മനഃപൂർവ്വം പിടിച്ച് പ്രതിയാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റിലോട്ട് നമ്മൾ പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരൊരിക്കലും പ്രൊഫഷണലി അല്ലെങ്കിൽ ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ പാടില്ല. എ സർജൻ under fear of facing criminal prosecution in the event of failure for whatever reason, whether due to his fault or not, cannot perform at his best. ഒരു സർജൻ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജോലി ചെയ്താൽ ഉണ്ടാവുന്ന
ഒരവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമോ? അദ്ദേഹം മനസ്സിൽ വിചാരിക്കണം, ഞാൻ ഇപ്പോൾ സർജറി നടത്തുകയാണ്, ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ സർജറി നടത്തിയുണ്ടാകുന്ന ഇതെന്തായിരിക്കും? അദ്ദേഹത്തിന് പേടിച്ച് അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവിടെ അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നത്? ജുഡീഷ്യൽ ഫോറംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് ലൈബിലിറ്റി ഇൻ ദ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന് പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ വന്നാൽ മാത്രമേ അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആവത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്? മസ്റ്റ് എയിം അറ്റ് സ്ട്രൈക്കിംഗ് എ കെയർഫുൾ ബാലൻസ് ബിറ്റ്വീൻ ദ autonomy of a doctor to make judgments and the rights of a patient to be dealt with fairly, recognizing the complexity of the human body, inexactness of medical science, the inherent subjectivity of the process, and genuine scope for എറർ ഓഫ് ജഡ്ജ്മെന്റ്. ഇങ്ങനെ ഒരു പാരാമീറ്റേഴ്സ് വച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഒരു ഡോക്ടർക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ്മെന്റ് എടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. ഇത് രണ്ടും നടക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പാരാമീറ്റേഴ്സ് വച്ചിരിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ വന്നാൽ മാത്രമേ അത് നെഗ്ലിജൻസ് ആവത്തുള്ളൂ. ഇൻ കേസ് ഒരു നെഗ്ലിജൻസ് ആണെങ്കിൽ പോലും അത് ഡോക്ടർമാരെ പ്രൊട്ടക്ട് ചെയ്യണം. അവരെ പിടിച്ച് ജയിലിടാനൊന്നും പാടില്ല. അവർക്ക് പലപ്പോഴും ടോർഷ്യസ് ആയിട്ടുള്ള ലൈബിലിറ്റിയിലോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതും നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ മാത്രം. നെഗ്ലിജൻസ് ഇല്ലാതെ ഒരു ഡോക്ടർ വന്ന് ഗുഡ് ഫെയ്ത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും അതൊരു നെഗ്ലിജൻസ് അല്ല. While dealing with the criminal prosecution for medical negligence, ഈ മെഡിക്കൽ നെഗ്ലിജൻസിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ വരുമ്പം ദ ട്രയൽ കോർട്ട് ഓഫൺ ഇഗ്നോർ ദീസ് പ്രിൻസിപ്പിൾസ്. ട്രയൽ കോടതികൾ ഒരിക്കലും ഈ പ്രിൻസിപ്പിൾസിനെ ഓർമ്മിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, പലപ്പോഴും അങ്ങ് മറന്നു പോകും. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദീസ് അപ്പീൽസ് ഈസ് വൺ സച്ച് ടിപ്പിക്കൽ കേസ്. അതുപോലത്തെ ഒരു കേസാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കാരണം ട്രയൽ കോടതി അത് നോക്കിയില്ല. ഇങ്ങനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന കാര്യം അത് ട്രയൽ കോടതി പരിഗണിച്ചില്ല. ഈ പാരാമീറ്റേഴ്സ് നോക്കിയില്ല. അത് ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ അക്യൂസിഷൻ കൊടുത്തു വിട്ടു. കോടതി തന്നെ അത് അംഗീകരിച്ചു. അപ്പോൾ അത് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കി വേണം ചെയ്യാനുള്ളത്. കാരണം ഡോക്ടർമാരെ വെറുതെ കൊണ്ടുവന്ന് അക്യൂസിഷൻ കൊടുക്കാൻ പാടില്ല. നമ്മളിന്ന് നോക്കുന്ന ആ ഒരു കേസാണ്. ആ ഒരു കേസ് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ലേഡിയാണ്, അവർക്ക് 37 വയസ്സുണ്ട്. അവരൊരു ഹോസ്പിറ്റലിൽ, കേരളത്തിലുള്ളൊരു ഹോസ്പിറ്റലിൽ 2006 9-ാം മാസം 3:30 മണിക്ക് അവർക്കൊരു സ്റ്റെറിലൈസേഷൻ ബൈ ലാപ്രോസ്കോപ്പി പ്രൊസീജിയർ ദാറ്റ് പ്രൊവൈഡ്സ് പെർമനന്റ് ബർത്ത് കൺട്രോൾ, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണത്. അവർക്ക് ആ സർജറി നടത്തി എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചു പോകാമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ വന്നത് ആ ട്രീറ്റ്മെന്റിന്. പക്ഷേ ബട്ട് ദ ഡെസ്റ്റിനി ഹാഡ് സംതിങ് എൽസ് ഇൻ സ്റ്റോർ ഫോർ ഹർ. പക്ഷേ വിധി വേറൊരു രീതിയിലായിരുന്നു. ആഫ്റ്റർ ദ സർജറി ഷീ ഡെവലപ്ഡ് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്. അവർക്ക് റെസ്പിറേറ്ററി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് സർജറിക്ക് ശേഷം ഉണ്ടായി. ആൻഡ് വാസ് പുട്ട് അണ്ടർ ഓക്സിജൻ സപ്പോർട്ട് അവർക്ക് കൊടുത്തു. ദോ ഷീ വാസ് ഷിഫ്റ്റഡ് ടു വേറൊരു ഹോസ്പിറ്റൽ. ആ സ്ഥലത്ത് തന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി, കുറച്ചുകൂടി വലിയൊരു ആശുപത്രിയിലോട്ട് മാറ്റുകയും പിന്നെ അവിടെ നിന്ന് സിറ്റിയിലുള്ള ഒരു വളരെ വലിയൊരു ആശുപത്രിയിലോട്ട് മാറ്റുകയും ചെയ്തു. കാരണം എക്സ്പെർട്ട് മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അവർ ആദ്യത്തെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയത് 9 മണിക്കും ഈ വലിയ ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്നത് 11:30 മണിക്കുമാണ് രാത്രി. എന്നിട്ട് പോലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അവർ പിറ്റേ ദിവസം വൈകിട്ട് 5:30 മണിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത ദിവസം തന്നെ വലിയ ഹോസ്പിറ്റലുള്ള സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ 174 CRPC പ്രകാരം ഒരു FI സ്റ്റേറ്റ്മെന്റ് ഈ മരിച്ചുപോയ വിക്ടിമിന്റെ അങ്കിള് കൊടുക്കുകയുണ്ടായി. അവിടെ അലിഗേഷൻ പറയുന്നത് ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, ഡോക്ടേഴ്സിന്റെ ഭാഗത്തുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, സർജറി നടത്തിയ ഡോക്ടർമാരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുത്ത ആളുടെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, അതുപോലെ തന്നെ നഴ്സുമാരുടെയും മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ഇത്രയും വരെയും കൂടെ പ്രതി ചേർത്താണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. ഈ 174 CRPC എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം. 174 എന്ന് പറഞ്ഞാൽ പോലീസ് ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ് എക്സെട്ര. ഇത് മെയിനായിട്ട് അസ്വാഭാവിക മരണം ഉണ്ടാവുമ്പോഴത്തേക്കാണ്. അത് സൂയിസൈഡ് മാത്രമല്ല, മറ്റു കാര്യങ്ങളും കൂടെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അസ്വാഭാവികമായിട്ടുണ്ടാവുന്ന മരണം വരുമ്പോഴത്തേക്ക് എടുക്കുന്ന സെക്ഷനാണ് ഇത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സാധിക്കും. അതാണ് 174 CRPC എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ആ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്തു. ഇവർ ആദ്യം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലുണ്ട്, ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു കൊടുക്കുകയും അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവിടെ ആ പോലീസാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തത്. ഈ സുപ്രീം കോർട്ടിന്റെ ഒരു ഡിസിഷൻ ഉണ്ട്, ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് അനദർ. ആ ഡിസിഷനിൽ പറഞ്ഞത് പ്രകാരം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ഒരു എക്സ്പെർട്ട് പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അക്കോർഡിംഗ്ലി 5 മെമ്പർ എക്സ്പെർട്ട് പാനൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. 5 പേരുള്ള ഒരു എക്സ്പെർട്ട് പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ദ കമ്മിറ്റി ഫോർവേഡ് എക്സിബിറ്റ് P4 റിപ്പോർട്ട്. അതിനുശേഷം കമ്മിറ്റി 2007 ഒരു P4 റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം എഗെയിൻ എന്ത് ചെയ്തു, അപ്പെക്സ് ബോഡിക്ക് കൊടുത്തു. അവിടെ 2 റിപ്പോർട്ട്
റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എക്സിബിറ്റ് P15 എക്സിബിറ്റ് T9 ആയിരുന്നു. അത് ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് 2010 ഒന്ന് 2009 അങ്ങനെ ഈ രണ്ട് റിപ്പോർട്ടിന്റെയും ബേസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സെക്ഷൻ 304, 201 റെഡ് വിത്ത് സെക്ഷൻ 34 ഓഫ് IPC പ്രകാരം കേസെടുത്തു. അതിനുശേഷം ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു. എന്താണ് 304 IPC എന്ന് പറഞ്ഞാൽ? പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. നമ്മൾ നരഹത്യ എന്ന് പറയും. അതായത് കൊലപാതകവും നരഹത്യയും തമ്മിലുള്ള വ്യത്യാസം, കൊലപാതകത്തിൽ ഒരാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമുണ്ട്, മറ്റേതിൽ അത്രയും ഹാർഡായിട്ടുള്ള ഉദ്ദേശമില്ല. പക്ഷേ എയ്തർ അത് അങ്ങനെ ഒരു മരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് നരഹത്യയിലോട്ട് മാറുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ 10 നില ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് തള്ളിയിടുന്നതും 1 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിടുന്നതും 10 നിലയുടെ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ അയാൾ മരിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പം ആ ഒരു പ്രതിക്ക് അയാളെ കൊല്ലണമെന്നുള്ള 100% ഉദ്ദേശമുണ്ട്. 1 നിലയാണെങ്കിലോ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് തള്ളുന്നതായിരിക്കും, അയാൾ മരിക്കുമെന്ന് വിശ്വസിച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്, എന്തായാലും പോസിബിലിറ്റി ഓഫ് ഡെത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നരഹത്യയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് 10 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ഒഫൻസ് ആണ്. 304 ആണ്. ഇതിൻ്റെ അകത്തും ലൈഫ് ഇംപ്രിസൺമെന്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഇങ്ങനെ ഒരു ഒഫൻസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ഒഫൻസ് ആണ് 304 എന്ന് പറയുന്നത്. ഈ 201 എന്ന് പറയുന്നത് ഇഫ് someone hides or destroy evidence of a crime knowing or believing that the offenses has been committed with the intention of protecting the offender from punishment. ഈ തെളിവുകൾ നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് 201 IPC എന്ന് പറയുന്നത്. 34 എന്ന് പറയുന്നത് കോമൺ ഇന്റൻഷൻ ആണ്. ഇപ്പോൾ കുറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 34 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരമാണ് കേസെടുത്തത്. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലോട്ട് അയച്ചു കൊടുത്തു. കാരണം 304 ഉണ്ട്, സെഷൻസ് ഒഫൻസ് ആണ്. എന്നിട്ട് സെഷൻസ് കോടതിയിലോട്ട് അയക്കുന്നതിനാണ് അവിടെ ട്രയലും ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. CP നമ്പർ ആക്കിയെടുക്കും, പിന്നെ അത് SC നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ട്രയൽ നടത്തുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ട്രയലൊക്കെ കണ്ടക്ട് ചെയ്തു. അങ്ങനെ ട്രയലൊക്കെ കഴിഞ്ഞ ശേഷം 304 ഓഫ് IPC നിലനിൽക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ കോടതി ഫൈൻഡ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ 304A 201 റെഡ് വിത്ത് 34 IPC നിൽക്കുമെന്ന് കോടതി വിലയിരുത്തി അവരെ കൺവിക്ട് ചെയ്തു. അതിൽ കൊടുത്ത ശിക്ഷ എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും സിമ്പിൾ ഇംപ്രിസ്മെന്റ് ഫോർ 1 ഇയർ ഫോർ ദ ഒഫൻസ് അണ്ടർ 304A ആൻഡ് റെഡ് വിത്ത് 34 ഓഫ് IPC ആൻഡ് സിമ്പിൾ ഇംപ്രിസ്മെന്റ് ഫോർ 3 months ഫോർ ദ ഒഫൻസ് അണ്ടർ 201 റെഡ് വിത്ത് 34 ഓഫ് IPC. എല്ലാ പ്രതിയാക്കപ്പെട്ട ഡോക്ടർമാരും ഡീനും നഴ്സന്മാർക്കും ഒക്കെ എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുത്തതെന്ന് വെച്ചാൽ 304A പ്രകാരം, അതായത് 304 അട്രാക്ട് ചെയ്യില്ല, പകരം 304A അട്രാക്ട് ചെയ്യും എന്ന് പറയും. 304A എന്ന് പറഞ്ഞാൽ ഈ റാഷ് ഓർ നെഗ്ലിജൻസ് ആണ് പറയുന്നത്, കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അപ്പം നെഗ്ലിജൻസ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്തത്. നമ്മൾ ഈ വാഹനമൊക്കെ ഇടിച്ച് ആൾക്കാർ മരണപ്പെടുമ്പോൾ എടുക്കുന്ന സെക്ഷനാണ് 304A എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 2 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. അങ്ങനെ ആ 304A ഫൈൻഡ് ചെയ്തുകൊണ്ട് കോടതി ശിക്ഷിച്ച എങ്ങനെയെന്ന് വെച്ചാൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് 1 വർഷം വരെ, അതായത് 304Aയും 34ഉം വെച്ചുകൊണ്ട് 1 വർഷം വരെയും 201 3 മാസം വരെ. അപ്പോൾ 1 വർഷവും 3 മാസമാണ് ശിക്ഷിച്ചത്. അങ്ങനെ ഈ സെന്റൻസിന് അപ്പീലായിട്ട് 1ാം പ്രതി ഒരു അപ്പീൽ കൊടുത്തു, 2ാം പ്രതി വേറൊരു അപ്പീൽ കൊടുത്തു, 3ാം പ്രതി വേറൊരു അപ്പീൽ കൊടുത്തു, 4 മുതൽ 6 വരെ പ്രതികൾ അപ്പീൽ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് അപ്പീലായിട്ടാണ് കൊടുത്തത്. ഈ 304 ഒഴിവാക്കി 304Aയിൽ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് പണിഷ്മെന്റ് കുറഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് വിക്ടിമിന്റെ ആൾക്കാരും അപ്പീൽ കൊടുത്തു. അപ്പോൾ എല്ലാവരും അപ്പീൽ കൊടുത്തു. അങ്ങനെ ആ അപ്പീലാണ് ഹൈക്കോടതിയിലോട്ട് വന്നിരിക്കുന്നത്. ഈ അപ്പീലുകൾ പരിഗണിക്കവേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി നോക്കിയിട്ട് on evaluation of the evidence the court below entered into following findings. ട്രയൽ കോടതി ഇങ്ങനെയാണ് ഫൈൻഡിങ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്പർ 1, the accused number 1 was not a qualified anesthesiologist and thus incompetent to administer അനസ്തീസിയ ടു ദ ഡിസീസ്ഡ്. അപ്പം ഇതിൽ ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ 1ാം പ്രതി എന്ന് പറയുന്നത് ക്വാളിഫൈഡ് അനസ്തീസിയോളജിസ്റ്റ് അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അനസ്തീസിയ കൊടുക്കാനായിട്ടുള്ള അധികാരമില്ല. 2, ദ അക്യൂസ്ഡ് നമ്പർ 1 ഗേവ് സ്പൈനൽ അനസ്തീസിയ ഇൻസ്റ്റെഡ് ഓഫ് ജനറൽ അനസ്തീസിയ ആൻഡ് ദസ് ഡിഫക്റ്റീവ് അനസ്തീസിയ അഡ്മിനിസ്ട്രേഷൻ അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന് പകരം സ്പൈനൽ അനസ്തേഷ്യയാണ് കൊടുത്തത് ഈ 1ാം പ്രതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേഷ്യന്റിന് ഡെത്ത് ഉണ്ടായത് എന്നാണ് അടുത്ത വിലയിരുത്തൽ എന്ന് പറയുന്നത്. 3, there were lapses in the pre-operative and post-operative management of the patient. അവിടെ പ്രീ ഓപ്പറേറ്റീവും പോസ്റ്റ് ഓപ്പറേറ്റീവും ആയിട്ടുള്ള മാനേജ്മെന്റിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു. 4, ദ ഡോക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊസീജിയർ വെർ നോട്ട് ട്രെയിൻഡ് ഇൻ ലാപ്രോസ്കോപ്പി ആൻഡ് ദ ഹോസ്പിറ്റൽ ഹാഡ് നോ അക്രഡീഷൻ ടു കണ്ടക്ട് ലാപ്രോസ്കോപ്പിക് സർജറി. ഈ ഡോക്ടർമാർ, ഈ ലാപ്രോസ്കോപ്പിക് സർജറി നടത്തിയ ഡോക്ടർമാർ ഒരു ട്രെയിൻഡ് അല്ലായിരുന്നു ആ പ്രൊസീജിയർ നടത്താനായിട്ട്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന് ലാപ്രോസ്കോപ്പിക് സർജറി നടത്താനുള്ള അക്രഡീഷൻ ഉണ്ടായിരുന്നില്ല. അതാണ് അടുത്ത ഫൈൻഡിങ്. അടുത്ത 5ാമത്തത്, ദ സർജറി ആൻഡ് നഴ്സസ് നോട്ട്സ് വെർ നോട്ട് കെപ്റ്റ് properly. Based on these findings, the court below concluded that all the accused are liable to criminal negligence and causing the disappearance of the evidence of the commission of the offence. സർജറിയും നഴ്സസ് നോട്ട്സും ഒന്നും തന്നെ പ്രോപ്പറായിട്ട്
കീപ്പ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടെന്നും അതുകൊണ്ട് അവർ ഈ പറയുന്ന അലിഗേഷൻ പറഞ്ഞിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു ഡോക്ടർ നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടോർഷ്യസ് ആയിട്ട് ലൈബിൾ ആവും, അതായത് കോമ്പൻസേഷൻ കൊടുക്കാൻ മാത്രമേ ലൈബിൾ ആവൂ എന്ന്. പക്ഷെ നമ്മൾ ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും പ്രോസിക്യൂട്ട് ചെയ്യാനും കൂടെ സാധിക്കും. എപ്പോഴാണ് ടോർഷ്യസ് മാത്രമായിട്ട് ലൈബിൾ ആവുന്നത്, എപ്പോഴാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് നെഗ്ലിജൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് സിവിലും ഉണ്ട്, ഒന്ന് ക്രിമിനലും ഉണ്ട്. എപ്പോഴാണ് സിവിൽ ആവുന്നതെന്ന് വെച്ചാൽ ഓർഡിനറി നെഗ്ലിജൻസ് ആണ് സിവിൽ ആവുന്നത്, അത് ഓർഡിനറി നെഗ്ലിജൻസ് ഓഫ് ഫെയിലിയർ ആണ്. പക്ഷേ ക്രിമിനലായിട്ട് ലൈബിൾ ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഗ്രേറ്റർ ഫെയിലിയർ ആൻഡ് ഗ്രേറ്റർ ഫാളിംഗ് ബിലോ ദ സ്റ്റാൻഡേർഡ്. അതായത് ഒരു നെഗ്ലിജൻസ് സബ് സ്റ്റാൻഡേർഡ് ആവുമ്പോഴാണ് അത് ക്രിമിനലി ലൈബിൾ ആവുന്നത്. ഓർഡിനറി നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല, പകരം സിവിലായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, അതായത് കോമ്പൻസേഷൻ മാത്രമേ വാങ്ങിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ, അതായത് സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വളരെ ഫെയിലിയർ, ഗ്രേറ്റർ ഫെയിലിയർ ആൻഡ് ഗ്രേറ്റർ ഫാളിംഗ് ബിലോ ദ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു ഡോക്ടർ ഡ്യൂട്ടിയിൽ നല്ല തിരക്കായിരിക്കും, അപ്പോഴൊരു പേഷ്യന്റിനെ നോക്കാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഡോക്ടർ മദ്യപിച്ചു വന്നിട്ട് ഒരു പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സബ് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഇരിക്കേണ്ട ഡോക്ടർ ഡ്യൂട്ടി രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം പുറത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർ കാണത്തില്ല. അപ്പൊ പെട്ടെന്നൊരു പേഷ്യന്റിന് അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ ലൈബിളാണ്. അവിടെ അദ്ദേഹം ചെയ്തത് ക്വാളിറ്റിക്ക് നിരക്കാത്തതാണ്, അത് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നെഗ്ലിജൻസ് നോട്ട് ഓഫ് such a high degree may provide a ground for action in civil law but cannot form the basis of criminal prosecution. അതായത് ഹൈ ഡിഗ്രി അല്ലാത്ത നെഗ്ലിജൻസുകളൊന്നും തന്നെ ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല, അത് സിവിൽ റോങ്ങേ ആവത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു നെഗ്ലിജൻസ് വലിയ നെഗ്ലിജൻസ് ആണോ ചെറിയ നെഗ്ലിജൻസ് ആണോ എന്ന് കണക്കാക്കുന്നത്? അതിന് ഒരു മാർഗമുണ്ട്, അതിനെ പറയുന്ന പേരാണ് ബോളം ടെസ്റ്റ്. അത് ഒരു ഇംഗ്ലീഷ് കേസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ആ കേസാണ് ബോളം വേഴ്സസ് ഫ്രയൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. അതിൽ നിന്നാണ് ബോളം ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിള് ഉരുത്തിരിഞ്ഞു വന്നത്. അതെന്തെന്ന് വെച്ചാൽ എ ഡോക്ടർ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് നെഗ്ലിജൻസ് ഇഫ് ഹി ഹാസ് ആക്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എ പ്രാക്ടീസ് അക്സെപ്റ്റഡ് ആസ് പ്രോപ്പർ ബൈ എ റെസ്പോൺസിബിൾ ബോഡി ഓഫ് മെഡിക്കൽ മെൻ സ്കിൽഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആർട്ട്. ഒരു ഡോക്ടർ ഒരിക്കലും നെഗ്ലിജൻസിൽ ഗിൽറ്റി ആവത്തില്ല. എപ്പോഴെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കലി എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആണെങ്കിൽ അതൊരിക്കലും ഒരു നെഗ്ലിജൻസ് ആവത്തില്ല. അതായത് ഒരു എലിപ്പനി വന്നാൽ ഇന്ന മെഡിസിൻ അപ്ലൈ ചെയ്യണം, അത് പ്രോട്ടോകോളിലുള്ളതാണ്. ആ മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റീസണബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷനിൽ ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർ ലൈബിൾ അല്ല, കാരണം അത് മെഡിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്, അത് പ്രോട്ടോകോളിലുള്ളതാണ്. അതുപോലെ പേ വിഷബാധയ്ക്കുള്ള മരുന്നുകൾ, പാമ്പ് കടിയേറ്റ കൊടുക്കുന്ന ആന്റിവെനംസ്, ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഡോക്ടർ ലൈബിൾ. അതുപോലെ തന്നെ എന്തെടുത്താലും പ്രോട്ടോകോൾ ഉണ്ട്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം ചെയ്യുന്ന ഒരു കാര്യത്തിനും ആ നെഗ്ലിജൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നെഗ്ലിജൻസ് ആവത്തില്ല. ഒരു ഹ്യൂമൻ ബോഡിക്കകത്ത് പലതരത്തിലുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവും, അതൊരിക്കലും നെഗ്ലിജൻസ് ആവത്തില്ല. ഈ പ്രിൻസിപ്പിളാണ്, അതായത് ബോളം ടെസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിളാണ് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ ജേക്കബ് മാത്യു, അതിനകത്ത് ആ ഡിസിഷനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ബോളം ടെസ്റ്റിനനുസരിച്ച് തന്നെയാണ് ആ ഡിസിഷൻ പാസ്സാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, അക്കോർഡൻസ് വിത്ത് ജനറൽ ആൻഡ് അപ്രൂവ്ഡ് പ്രാക്ടീസ്. ആ സെയിം കാര്യം തന്നെയാണ്, അതായത് ജനറലായിട്ടും അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസുമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലും നടത്തുന്നതെങ്കിൽ അവിടെ നെഗ്ലിജൻസ് എന്ന് പറയുന്ന കാര്യം വരത്തില്ല. എവരി ഡെത്ത് ഓഫ് എ പേഷ്യന്റ് കനോട്ട് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ബി മെഡിക്കൽ നെഗ്ലിജൻസ്. പേഷ്യൻസ് മരിക്കുമ്പോൾ, എല്ലാ പേഷ്യൻസും മരിക്കുമ്പോൾ അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആവണമെന്നില്ല. ദർ മസ്റ്റ് ബി സഫിഷ്യന്റ് എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ദ ഡെത്ത് ഈസ് ഡ്യൂ ടു ദ അലീജ്ഡ് മെഡിക്കൽ നെഗ്ലിജൻസ്. അതിന് മെഡിക്കൽ നെഗ്ലിജൻസ് ആരോപിക്കുമ്പോഴത്തേക്ക് അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. ദ ഡെത്ത് ഷുഡ് ബി ദ ഡയറക്റ്റ് ഓർ പ്രോക്സിമേറ്റ് റിസൾട്ട് ഓഫ് ദ നെഗ്ലിജൻസ് ആക്ട് അലീജ്ഡ്. ആ ഡെത്ത് എന്ന് പറയുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് റിസൾട്ട് ആയിരിക്കണം ആ നെഗ്ലിജന്റ് ആക്ടിന്റെ. അപ്പൊ ആ നെഗ്ലിജന്റ് ആക്ട് കൊണ്ടായിരിക്കണം ആ ഡെത്ത് ഉണ്ടായിരിക്കേണ്ടത്. എ മെഡിക്കൽ പ്രൊഫഷണൽ കനോട്ട് ബി ഹെൽഡ് ലൈബിൾ സിംപ്ലി ബിക്കോസ് തിങ്സ് വെന്റ് റോങ് ഫ്രം മിസ്ചാൻസ് ഓർ മിസ്ഫോർച്യൂൺ. അതായത് ഒരു മിസ്ചാൻസ് കൊണ്ടോ മിസ്ഫോർച്യൂൺ കൊണ്ടോ ഒരു കാര്യം
തെറ്റായ വഴിയിലോട്ട് പോകുമ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ലൈബിൾ ആവത്തില്ല. എ മിയർ ഡീവിയേഷൻ ഫ്രം നോർമൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഈസ് നോട്ട് നെസസറിലി നെഗ്ലിജൻസ്. ഒരു നോർമൽ പ്രൊഫഷണൽ പ്രാക്ടീസിൽ നിന്നും ഒരല്പം ഡീവിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞും അതൊരു നെഗ്ലിജൻസ് ആവത്തില്ല. നോർ കുഡ് മിയർ ആക്സിഡന്റ് ഓർ അൺടുവേർഡ് ഇൻസിഡന്റ് ബി ടേംഡ് നെഗ്ലിജൻസ്. ആൾസോ ആൻ എറർ ഓഫ് ജഡ്ജ്മെന്റ് ഈസ് നോട്ട് നെഗ്ലിജൻസ് പെർസെ. ഒരു ആക്സിഡന്റ്, ഒരു അൺടുവേർഡ് ഇൻസിഡന്റ്, അതിനെയൊക്കെ നമ്മൾ നെഗ്ലിജൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ജഡ്ജിമെന്റിൽ ഉണ്ടാവുന്ന എറർ, ഇതൊന്നും തന്നെ ഒരു നെഗ്ലിജൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ നോർമലി അതിനെയൊക്കെ നെഗ്ലിജൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ടു കൺവിക്ട് എ മെഡിക്കൽ പ്രൊഫഷണൽ ഫോർ ക്രിമിനൽ നെഗ്ലിജൻസ്, ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് ക്രിമിനൽ നെഗ്ലിജൻസിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷിക്കണമെങ്കിൽ ദ പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് കൾപ്പബിൾ ആൻഡ് ഗ്രോസ് നെഗ്ലിജൻസ് ബിയോണ്ട് എ റീസണബിൾ ഡൗട്ട്. പ്രോസിക്യൂഷൻ എന്ത് പ്രൂവ് ചെയ്യണം? കൾപ്പബിൾ ആൻഡ് ഗ്രോസ് നെഗ്ലിജൻസ്, അത് ആ കുറ്റക്കാരനാണെന്നും ഗ്രോസ് ആയിട്ടുള്ള നെഗ്ലിജൻസ് ഉണ്ടെന്നും ബിയോണ്ട് റീസണബിൾ ഡൗട്ടിൽ പ്രൂവ് ചെയ്തിരിക്കണം. ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പോലും പ്രതിക്ക് കിട്ടാൻ പാടില്ല. അതായത് ഒരു ഡോക്ടറായിട്ട് അലീ ചെയ്യുന്ന ആൾക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും കിട്ടരുത്, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും വരാൻ പാടില്ല. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം അത് പ്രൂവ് ചെയ്യേണ്ടത്. കാരണം നെഗ്ലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല ഒരു ഡോക്ടറിന്. ഇൻ കേസ് അങ്ങനെ ഒരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം അത്രയും അലക്ഷ്യമായിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ, ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇറ്റ് മസ്റ്റ് ആൾസോ ബി ഷോൺ ദാറ്റ് ദ മെഡിക്കൽ പ്രൊഫഷണൽ ഡിഡ് ഓർ ഫെയിൽഡ് ടു ഡു സംതിങ് വിച്ച് ഇൻ ദ ഗിവൺ ഫാക്ട്സ് and circumstances of the case no ordinary skilled medical professional would have done or failed to do. ഒരു ഓർഡിനറി മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യുന്ന കാര്യമാണ്, അത് തെറ്റായ രീതിയിലാണ് ചെയ്തത്, അദ്ദേഹം ചെയ്യുന്ന പോലെ അല്ല ചെയ്തത് എന്നുള്ള രീതിയിൽ എവിഡൻസുകൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നോർമലി ഇങ്ങനെയല്ല ചെയ്യുന്നത്. സാധാരണ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് തോന്നിയ കണക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു നെഗ്ലിജൻസ് ആണ് എന്ന് കൃത്യമായും പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തിരിക്കണം. ഇപ്പം നമ്മളെ ഈ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ആ കേസിനകത്ത് കുറേ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ആ കേസുകളിലൊക്കെ ജസ്റ്റിഫൈ ചെയ്തതെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കോടതി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, വെദർ ദ അക്യൂസ്ഡ് നമ്പർ 1 വാസ് എ ക്വാളിഫൈഡ് അനസ്തീഷിയോളജിസ്റ്റ് ഓർ നോട്ട്, ഓർ ഈസ് ഹി കോമ്പിറ്റന്റ് ടു അഡ്മിനിസ്റ്റർ അനസ്തീഷ്യ ടു ദ ഡിസീസ്ഡ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കോടതിയുടെ ഫൈൻഡിങ് എന്തെന്ന് വെച്ചാൽ, ദ അക്യൂസ്ഡ് നമ്പർ 1 വാസ് നോട്ട് എ ക്വാളിഫൈഡ് അനസ്തീഷിയോളജിസ്റ്റ് ആൻഡ് ദസ് ഇൻകോമ്പിറ്റന്റ് ടു അഡ്മിനിസ്റ്റർ അനസ്തീഷ്യ ടു ദ ഡിസീസ്ഡ് എന്നാണ് ലോവർ കോടതിയിലെ ഫൈൻഡിങ്. ഇവിടെ ഒരു കാര്യത്തിൽ തർക്കമില്ല. ഒന്നാം പ്രതി എന്ന് പറയുന്നത് MBBS ഹോൾഡറാണ്. അദ്ദേഹത്തിന് അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ, അതിനുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്തെന്ന് വെച്ചാൽ, സർട്ടിഫിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ പറയുന്ന സ്റ്റേറ്റ് പറയുന്ന ക്വാളിഫിക്കേഷൻസ് നമ്മൾ അക്യൂർ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. MBBS കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതൊക്കെ ഒരു ഡോക്ടേഴ്സായി നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം അക്യൂർ ചെയ്തിരിക്കണം. ഇനി വിദേശ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വേണം, ഇനി വിദേശത്ത് പോകണമെങ്കിൽ എന്തൊക്കെ വേണം, ഇതിനൊക്കെ ഓരോ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അതിൽ പറയുന്ന രീതിയിലുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അതൊക്കെ നമ്മൾ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്, ഒരാളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുപോലെ ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിനും ഈ അനസ്തീഷ്യ കൊടുക്കുന്നതിനും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം. ഇവിടെ വന്ന ക്വസ്റ്റ്യനും അതൊക്കെ തന്നെയാണ്. നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പ്രൊസീജിയറിലുള്ള സർജറീസ് നടത്തുമ്പോൾ അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ സർട്ടിഫിക്കറ്റ് ഒരു കാര്യമല്ല, എക്സ്പീരിയൻസ് തന്നെയാണ് വലിയൊരു കാര്യം. പക്ഷേ നമ്മളൊരു കേസിൽ വരുമ്പോഴത്തേക്ക് എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകളും എല്ലാം ആവശ്യമാണ്. സ്റ്റേറ്റ് പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മളെ അക്യൂർ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പഠിച്ച് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കി അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് അത് നേടിയിരിക്കണം. അതിനുശേഷം മാത്രമേ ഈ പ്രൊസീജിയറുകൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ലൈബിലിറ്റി ഉണ്ടാവും, നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് നമ്മൾ എത്തിപ്പെടും. ഇവിടെ എന്ന് വെച്ചാൽ ഒന്നാം പ്രതി MBBS ഡിഗ്രി ഉള്ള ആളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എ ഡിപ്ലോമ ഓർ എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അനസ്തീഷ്യ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റുകൾ ഷോ ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് sufficient training in anesthesiology and had vast experience in administrating anesthesia ഉണ്ട് എന്നാണ് കാണുന്നത്. അതിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത എക്സിബിറ്റിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പ്രൊസീഡിങ്സ് ഓഫ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ്, കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് എന്നാണ്. വേറൊരു എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ്, കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ദാറ്റ് ഹി ഹാസ് സെലക്ടഡ് ഇൻ ദ ബ്രാഞ്ച് ഓഫ് അനസ്തീഷ്യ ഫോർ സീനിയർ ഹൗസ് സർജൻസി ആൻഡ് ഹി അണ്ടർവെന്റ് ഇറ്റ് സക്സസ്ഫുള്ളി. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഒരു എക്സിബിറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ
ആ സർട്ടിഫിക്കറ്റിൽ പ്രൊഫസർ ഓഫ് അനസ്തീഷ്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തീഷ്യ, മെഡിക്കൽ കോളേജ്, ഇന്ന മെഡിക്കൽ കോളേജിൽ നിന്ന്, അത് ഇന്ന വർഷത്തിലുള്ളത്, അതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റിംഗ് ദാറ്റ് ദ അക്യൂസ്ഡ് നമ്പർ 1 ഹാഡ് വർക്ക്ഡ് ആസ് എ സീനിയർ ഹൗസ് സർജൻ ഫ്രം ഇന്ന ഡേറ്റ് മുതൽ ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ, ഒരു വർഷത്തേക്ക്. ഹി വാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് റിലയബിൾ ആൻഡ് ക്യാൻ മാനേജ് കേസസ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അത് അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തീഷ്യോളജി, മെഡിക്കൽ കോളേജ് ഇന്ന സ്ഥലത്താണ്, സർട്ടിഫൈയിങ് ദാറ്റ് അക്യൂസ്ഡ് നമ്പർ 1 ഹാഡ് intensive training in all the routine and special techniques in anesthesiology എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടുത്തൊരു എക്സിബിറ്റ് എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഒരു സീരീസ് ഓഫ് എക്സിബിറ്റ്സ് ആണ്. കേസ് ലിസ്റ്റ് വുഡ് ഷോസ് ദാറ്റ് ഹി ഹാഡ് അഡ്മിനിസ്ട്രേഡ് അനസ്തീഷ്യ ടു സെവറൽ പേഷ്യൻസ്. അപ്പോൾ ഇത്രയും റെക്കോർഡ്സുകൾ ഈ പ്രതിയായിട്ടുള്ള ആൾ ഹാജരാക്കിയിട്ടുണ്ട്. ട്രയൽ കോടതി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്ന് വിലയിരുത്തിയതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു RTA ആക്ട് പ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എന്തെന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ഓഫ് MBBS ഈസ് റിക്വേർഡ് ടു കംപ്ലീറ്റ് ആൻ MD ഡിഗ്രി ഇൻ ദ സ്പെഷ്യാലിറ്റി ഓഫ് അനസ്തീഷ്യ ഓർ എ ഡിപ്ലോമ ഇൻ സ്പെഷ്യാലിറ്റി ഓഫ് അനസ്തീഷ്യ ടു ബി ക്വാളിഫൈഡ് ആസ് ആൻ അനസ്തീഷ്യോളജിസ്റ്റ്. അപ്പോൾ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻസ് MBBS ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് വേണം, MD ഡിഗ്രി വേണം, അത് അനസ്തീഷ്യയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സ്പെഷ്യാലിറ്റി ഓഫ് അനസ്തീഷ്യ വേണം, MD അല്ലെങ്കിൽ ഡിപ്ലോമ വേണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെദർ എ ഡോക്ടർ ഹു ഗ്രാജുവേറ്റഡ് ഇൻ MBBS ആൻഡ് അണ്ടർവെന്റ് സഫീഷ്യന്റ് ട്രെയിനിങ് ഇൻ അനസ്തീഷ്യോളജി ഈസ് കോമ്പിറ്റന്റ് ടു അഡ്മിനിസ്റ്റർ അനസ്തീഷ്യ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കോടതിയുടെ മുമ്പ് വന്നത്. ഓൾറെഡി മറ്റേ കോടതി ഇത് സമ്മതിച്ചില്ല, അവർ ഈ പറയുന്ന ഡിപ്ലോമയോ അല്ലെങ്കിൽ MDയോ വേണം എന്ന് പറഞ്ഞ് അത് തള്ളിയത്. ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇവിടെ അപ്പെക്സ് ബോഡി മീറ്റിങ്ങിനകത്ത് 2009 ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്ത ഗൈഡ് ലൈൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ആ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് റിസർച്ച് സ്റ്റഡീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിവിഷൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഒക്ടോബർ 2006 ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതിൽ പറഞ്ഞിരുന്നത് എന്തെന്ന് വെച്ചാൽ ദ ക്വാളിഫിക്കേഷൻ prescribed for sterilization procedure is the proper training in administrating anesthesia and the period of training prescribed by the Department of Health Service is 4 months either in medical college or in major hospitals. After scrutinizing various rules and regulations relating to the prescribed qualification for the anesthetist, it was reported that a doctor who has passed MBBS and has training in anesthesiology is qualified to give anesthesia to a patient. The apex body on perusal of various records concluded that the accused number 1 after his MBBS had undergone 1 year senior house surgery in anesthesia at a medical college and he had the requisite qualification for giving anesthesia to the patient. ആ ഗൈഡ് ലൈൻസ് പറഞ്ഞിരുന്നത് എന്തെന്ന് വെച്ചാൽ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് ട്രെയിനിങ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് 4 മാസമാണ്. അത് ഒന്നുകിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മേജർ ഹോസ്പിറ്റൽസിൽ ട്രെയിനിങ് നടത്തണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അടുത്തത് ഹാജരാക്കിയ എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ഓഫ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിൻ ഹെൽഡ് ഇൻ 22 November 2007. Considering the representation given by Indian Medical Association, it was resolved in the said meeting that doctors with MBBS registration are qualified to give anesthesia. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് വിത്ത് MBBS രജിസ്ട്രേഷൻ ആർ ക്വാളിഫൈഡ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു എവിഡൻസ് എന്ന് പറഞ്ഞാൽ ലോവർ കോടതി ഡിസ്കാർഡ് ചെയ്തു. എന്തിനെന്ന് വെച്ചാൽ ഇത് ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷമുള്ളത് എന്നാണ് കോടതി പറഞ്ഞാണ് ഇത് തള്ളിയത്. ഇതിലൊരു ഫാക്ട് എന്തെന്ന് വെച്ചാൽ ദ സെഡ് റെസൊല്യൂഷൻ ദ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിൻ വാസ് റെക്കഗ്നൈസിംഗ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഡോക്ടേഴ്സ് വിത്ത് MBBS രജിസ്ട്രേഷൻ ടു അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡേറ്റ് ഓഫ് ഡിഗ്രി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഈ MBBS രജിസ്ട്രേഷനുള്ള ഡോക്ടേഴ്സിന് ഈ അനസ്തേഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിന്റെ ആ ഒരു മീറ്റിംഗിൽ വന്ന ആ മിനിറ്റ്സ് ഹാജരാക്കിയല്ലോ, അതിൽ പറഞ്ഞിട്ടുള്ളത് അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡേറ്റ് ഓഫ് ഡിഗ്രി. അപ്പോൾ ഈ പറയുന്ന ഈ 2007 മുമ്പുള്ളതിനും ഇത് ആപ്ലിക്കബിൾ ആണ് എന്ന് വിലയിരുത്തി കോടതി. അടുത്ത എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് എക്സ്പെർട്ട് പാനലാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന എന്തെന്ന് വെച്ചാൽ ആസ് പെർ ദ ക്വാളിറ്റി അഷുറൻസ് മാനുവൽ ഫോർ സ്റ്റെറിലൈസേഷൻ പബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2006 only anesthesiologists are considered qualified to administer anesthesia for electro-laparoscopic sterilization, but the said finding is factually incorrect. Exhibit P16 is the quality assurance manual for sterilization published by the government of India in 2006. It is nowhere stated
in the said manual that anesthesiologists alone are considered qualified to administer anesthesia for electrolaparoscopic. On the other hand, what is stated is that trained anesthesiologists are qualified to administer anesthesia for electrolaparoscopic surgeries. അടുത്ത വേറൊരു മെഡിക്കൽ ഓഫീസറാണ്, അദ്ദേഹം എക്സ്പെർട്ട് പാനലിലെ മെമ്പർ ആയിരുന്നു. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് MBBS ഗ്രാജുവേറ്റ് who has undergone 4 months of training in anesthesiology is competent to administer anesthesia. അതുപോലെ തന്നെ ഈ പ്രതിക്ക്, ഒന്നാം പ്രതിക്ക് ഹൈ എക്സ്പീരിയൻസ് ഇൻ അനസ്തേഷ്യ ഉണ്ട് എന്നും അതിൽ ആ ടെക്നിക്സിൽ ഹൈ എക്സ്പീരിയൻസ് ഉണ്ടെന്നും സമ്മതിച്ചു. ഫോർ ദീസ് റീസൺസ് ദ കോർട്ട് ബിലോ ദാറ്റ് അക്യൂസ് നമ്പർ 1 വാസ് നോട്ട് ക്വാളിഫൈഡ് ആൻഡ് കോമ്പിറ്റന്റ് ടു അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ കനോട്ട് ബി സസ്റ്റൈൻഡ്. അപ്പോൾ ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, ഈ ഒന്നാം പ്രതിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് അത് ട്രയൽ കോടതി തള്ളിയതാണ്. അപ്പോൾ ഈ കോടതി വിലയിരുത്തി അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഈ കാരണങ്ങളാൽ, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാരണങ്ങളാൽ അദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അടുത്ത രണ്ടാമത് വന്ന ക്വസ്റ്റ്യൻ ആണ് വെദർ ദ അക്യൂസ് നമ്പർ 1 ഗേവ് സ്പൈനൽ അനസ്തേഷ്യ ഇൻസ്റ്റെഡ് ഓഫ് ജനറൽ അനസ്തേഷ്യ ആൻഡ് ദ ഡിഫക്റ്റീവ് അനസ്തേഷ്യ അഡ്മിനിസ്ട്രേഷൻ അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഈ കൊടുത്തത് ജനറൽ അനസ്തേഷ്യ ആണോ സ്പൈനൽ അനസ്തേഷ്യ ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ അനസ്തേഷ്യ അങ്ങനെ കൊടുത്തത് കൊണ്ടാണോ മരണകാരണം എന്നുള്ളതാണ് അടുത്തായിട്ട് വന്ന ക്വസ്റ്റ്യൻ. ഈ കോടതി, ലോവർ കോടതി ഏറ്റവും കൂടുതൽ റിലേ ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫോറൻസിക് മെഡിസിൻ്റെ ഡോക്ടറിന്റെ മൊഴിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒന്നാം പ്രതി കൊടുത്തത് സ്പൈനൽ അനസ്തേഷ്യ ആണെന്നാണ്, ജനറൽ അനസ്തേഷ്യ അല്ല എന്നാണ് പറഞ്ഞത്. ഇതിലെ പ്രതിയുടെ പ്ലീ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്തത് ജനറൽ അനസ്തേഷ്യയാണ്, സ്പൈനൽ അനസ്തേഷ്യ അല്ല എന്നാണ്. സ്പൈനൽ അനസ്തേഷ്യയാണ് കൊടുത്തത് എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഇല്ല, പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ വെദർ സ്പൈനൽ ഓർ ജനറൽ വാസ് പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് ഓഫ് ദ പേഷ്യന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അദ്ദേഹം സ്പൈനൽ അനസ്തേഷ്യ ആണോ ജനറൽ അനസ്തേഷ്യ ആണോ കൊടുത്തത്, പിന്നെ ഇതിന്റെ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇവിടെ ആ ഒരു ഡോക്ടറിൻ്റെ ഡിപ്പോസിഷനാണ് ഏറ്റവും കൂടുതൽ റിലേ ചെയ്തത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇഞ്ചുറി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ മാർക്ക് റീച്ച്ഡ് ഇൻ ദ സ്പൈനൽ കനാൽ, ഇറ്റ്സ് ഡൂറ വാസ് പങ്ക്ചേർഡ്. ഇതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് സ്പൈനൽ അനസ്തേഷ്യയാണ് കൊടുത്തത് എന്ന് പറയാനുള്ള കാരണം. ഈ ഒരു മാർക്ക് ആ ഹോസ്പിറ്റലിലെ ഡീൻ കാണിച്ച ഷീറ്റിനകത്ത് റെക്കോർഡ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവർ കൊടുത്തത് ജനറൽ അനസ്തേഷ്യ എന്നാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ സ്പൈനൽ അനസ്തേഷ്യ ആണോ ജനറൽ അനസ്തേഷ്യ ആണോ കൊടുത്തത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആൻഡ് ഷുവർ ടെസ്റ്റ് ഈസ് ടു കണ്ടക്ട് ആൻഡ് അനലൈസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഈ ടെസ്റ്റാണ് സ്പൈനൽ അനസ്തേഷ്യ ആണോ കൊടുത്തതെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, ആ ടെസ്റ്റ് എന്ന് പറയുന്നത്. CSF ഈസ് എ ക്ലിയർ ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. CSF അനലൈസസ് is a group of tests that measures chemicals in the cerebrospinal fluid. ഇതിൽ ആ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ CSF was not collected for chemical examination. CSF എടുത്തിട്ടില്ല. അതിന് കുറച്ച് കാരണങ്ങളും അവർ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ വന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ അത് സ്പൈനൽ അനസ്തേഷ്യ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മൈറ്റ് ഹാവ് അഡ്മിനിസ്ട്രേറ്റഡ് സ്പൈനൽ അനസ്തേഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആയിരിക്കാമെന്നാണ് പറയുന്നത്. അവർക്ക് ഷുവർ അല്ല കൊടുത്തിട്ടുണ്ടെന്ന്, ഒരു മാർക്ക് മാത്രം വെച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് അഡോപ്റ്റിംഗ് ദ ഷുവർ ടെസ്റ്റ് ഫോർ സ്പൈനൽ അനസ്തേഷ്യ the mere injection mark is insufficient to conclude that spinal anesthesia was administered. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആ ഒരു എവിഡൻസും പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഈ CSF ടെസ്റ്റ് നടത്തിയിട്ടില്ല, ആ മാർക്ക് മാത്രം വെച്ച് പറയാൻ പറ്റില്ല. അതെല്ലാത്തിലും ആ ഡോക്ടർ തന്നെ ഡിപ്പോസിഷൻ കൊടുത്തത് തന്നെ മൈറ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തത്, ആയിരിക്കാം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. പ്രോപ്പറായിട്ട് ഷുവറായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതും പോയി, ആ ഒരു കാര്യത്തിലും തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. ഇനി ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ കുഡ് ബി ഡൺ എയ്തർ അണ്ടർ സ്പൈനൽ അനസ്തേഷ്യ ഓർ ജനറൽ അനസ്തേഷ്യ. ഈ രണ്ട് രീതിയിൽ നടത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇവർ നടത്തുന്ന സ്പൈനൽ ആണെങ്കിൽ പോലും അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദ മെഡിക്കൽ പ്രാക്ടീഷണർ കനോട്ട് ബി ഹെൽഡ് നെഗ്ലിജൻറ്റ് മിയർലി ബിക്കോസ് ഹി ചൂസ് ടു ഫോളോ ദാറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആൻഡ് ദ റിസൾട്ട് വാസ് ഫെയിലിയർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇൻ കേസ് സ്പൈനലാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് അതൊരു നെഗ്ലിജൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സർജറിയിൽ ഈ രണ്ടും ഓപ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എ മെഡിക്കൽ പ്രാക്ടീഷണർ കനോട്ട് ബി ഹെൽഡ് ക്രിമിനലി ലൈബിൾ സിംപ്ലി ബിക്കോസ് തിങ്സ് വെന്റ് റോങ് ത്രൂ ആൻ എറർ ഓഫ് ജഡ്ജ്മെന്റ് ഇൻ ചൂസിംഗ് വൺ റീസണബിൾ കോഴ്സ് ഓഫ് പ്രൊസീജിയർ ട്രീറ്റ്മെന്റ് ഇൻ പ്രിഫറൻസ് ഓഫ് അനദർ. എ മെഡിക്കൽ പ്രാക്ടീഷണർ ക്യാൻ ഓൺലി ബി ഹെൽഡ് ലൈബിൾ ഫോർ ക്രിമിനൽ നെഗ്ലിജൻസ് ഇഫ് ഹി ഫെയിൽസ് ടു അഡോപ്റ്റ് യൂഷ്വലി ആൻഡ് നോർമൽ course of treatment and the course of adopted by him is one no professional man of ordinary skill would have taken had he been acting with ordinary care. ഇത് ഹാൽസ്ബറീസ് ലോസ് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരാൾ ക്രിമിനലി എപ്പോഴാണ് നെഗ്ലിജൻസ് ആവുന്നതെന്ന് വെച്ചാൽ അത്രയും അലക്ഷ്യമായിട്ടൊരു കാര്യം ചെയ്താലേ ഉള്ളൂ. ഒരു ഓർഡിനറി സ്കില്ലിൽ ഒരു നോർമൽ ഒരു പ്രൊഫഷണൽ സെലക്ട് ചെയ്യാത്ത മാർഗ്ഗങ്ങളും അത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള പോക്കുകളും ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം ഒരു സ്പൈനൽ അനസ്തീഷ്യ എടുത്തു എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ട്രീറ്റ്മെന്റ് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന മെഡിക്കലി നെഗ്ലിജന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല.
എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ 304 മാറ്റിയിട്ട് 304 ആക്കിയതിൽ തർക്കം ഉണ്ടായിരുന്നു. ഈ 304 ആണെങ്കിൽ പോലും ആ ഡെത്ത് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ദാറ്റ് നെഗ്ലിജന്റ് ആക്ട് ആയിരിക്കണം. അതായത് ദ ആക്ട് മസ്റ്റ് ബി പ്രോക്സിമേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് കോസ് വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് അനദേഴ്സ് നെഗ്ലിജൻസ്. അങ്ങനെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് നെഗ്ലിജൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന ജനറൽ ഓർ സ്പൈനൽ അനസ്തേഷ്യ ആണ് എടുത്തതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യ ആണെന്ന് പറയണമെങ്കിൽ ആ ഡെത്ത് എന്ന് പറയുന്ന ആ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഈ സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തത് കൊണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ കേസ് അദ്ദേഹം സ്പൈനലാണ് എടുത്ത് തെറ്റിപ്പോയാലും അദ്ദേഹത്തിന് ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാനും പാടില്ല എന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ നെഗ്ലിജൻസ് ആണെങ്കിൽ മാത്രമേ, അതായത് ഇങ്ങനൊരു സാധനം ഒരു ഡോക്ടർ അഡോപ്റ്റ് ചെയ്യത്തില്ല, ഇത് ഈ ഇദ്ദേഹം മാത്രമേ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഡോക്ടേഴ്സ് ഒപ്പീനിയൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത വന്ന ക്വസ്റ്റ്യൻ ആണ്, ദെയർ വെയർ ലാപ്സസ് ഇൻ ദ പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഇതിൽ പറഞ്ഞെന്ന് വെച്ചാൽ നൺ ഓഫ് ദ എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട്സ് സ്പെസിഫിക്കലി ആട്രിബ്യൂട്ട്സ് നെഗ്ലിജൻസ് ടു ദ സർജൻ, അനസ്തെസ്റ്റിസ്റ്റ് ഓർ നഴ്സസ് ഹു വെയർ പാർട്ട് ഓഫ് ദ സർജിക്കൽ ടീം. ഇങ്ങനെ ഒരു റിപ്പോർട്ട് എക്സ്പെർട്ട് പാനലിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു എക്സിബിറ്റിന്റെ അകത്ത് പറഞ്ഞത്, ഇറ്റ് ഈസ് ഓൺലി സ്റ്റേറ്റഡ് ദാറ്റ് ദ പ്രീ ഓപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് ഇൻക്ലൂഡിംഗ് പ്രീ അനസ്തേഷ്യ വർക്ക്ഷോപ്പ് വാസ് നോട്ട് ഡൺ പ്രോപ്പർലി അറ്റ് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ദെയർ വെയർ സം ലാപ്സസ് ഇൻ പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇപ്പൊ ഇവിടെ ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവില് മാനേജ്മെന്റിൽ കുറച്ച് ലാപ്സസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിനകത്ത് ദെയർ ഈസ് അബ്സല്യൂട്ട്ലി നോ റെഫറൻസ് ടു നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഡോക്ടേഴ്സ് ഓർ നഴ്സസ്. ഇത് ഡോക്ടേഴ്സിന്റെയോ നഴ്സസിന്റെയോ നെഗ്ലിജൻസ് ആണെന്ന് ആ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതലും എവിഡൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫോറൻസിക് മെഡിസിനിലുള്ള ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിട്ടില്ല പേഷ്യന്റ് ഡൈഡ് ബിക്കോസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഓർ ദർ വാസ് എനി നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സർജൻ ഹു ഡിഡ് ദ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ അനസ്തേഷ്യ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത ആളിൻ്റെതാണോ നഴ്സസിന്റേതാണോ നെഗ്ലിജൻസ് ഒന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഈവൻ ദോ ദ എക്സ്പെർട്ട് പാനൽ ഫൗണ്ട് ദാറ്റ് ദർ വാസ് നോ പ്രീ ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ, ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ എവിഡൻസ് ഓൺ റെക്കോർഡ് ഓർ ഈവൻ ദ പ്രോസിക്യൂഷൻ ഡസ് നോട്ട് ഹാവ് എ കേസ് ദാറ്റ് ഇറ്റ് വാസ് ഓൺ account of the said lack of the proper pre-operative evaluation that the complications developed to the patient and the death has occurred. അപ്പോൾ പ്രോസിക്യൂഷനും അങ്ങനെ ഒരു കേസ് ഇല്ല. ഈ പ്രോപ്പർ ആയിട്ടുള്ള പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ വന്ന ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഡെത്ത് ഉണ്ടായെന്നുള്ള ഒരു കേസും പ്രോസിക്യൂഷൻ ഇല്ല. അതുപോലെ ഈ ഹോസ്പിറ്റലിന് വെന്റിലേറ്റർ ഫെസിലിറ്റീസ് ഇല്ല. മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് വെന്റിലേറ്റർ ഉള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റാനായിട്ട് 3.5 മണിക്കൂറോളം സമയമെടുത്തു. ഇതൊരു ക്രൂഷ്യൽ ടൈമാണെന്നും ഇതുകൊണ്ടാണ് മരണം ഉണ്ടായതെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. പക്ഷേ ഈ വന്ന റെക്കോർഡ്സിൽ ഷോ ചെയ്തിരുന്ന എന്തെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് മറ്റേ വെന്റിലേറ്റർ ഉള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരുന്നു. അതുപോലെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കേ തന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തിരുന്നു. അതിന്റെ റെക്കോർഡ്സ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി മെറ്റീരിയൽ ഓൺ റെക്കോർഡ് ടു സജസ്റ്റ് ദാറ്റ് ദ അലീജ്ഡ് ലാപ്സസ് ഇൻ ദ പ്രീ ഓപ്പറേറ്റീവ് ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് അറ്റ് ആ ഹോസ്പിറ്റൽ വെയർ ദ ഡയറക്റ്റ് ഓർ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത്. ഈ ഹോസ്പിറ്റലിൽ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൊണ്ട് ആണ് ഡെത്ത് സംഭവിച്ചത് എന്നുള്ളതിന് എവിഡൻസിൽ ആബ്സെൻസ് ഉണ്ട്, അതായത് തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും കോടതി ഇങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അടുത്തത്, ദ ഡോക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊസീജിയർ വെയർ നോട്ട് ട്രെയിൻഡ് ഇൻ ലാപ്രോസ്കോപ്പി ആൻഡ് ദ ഹോസ്പിറ്റൽ ഹാഡ് നോ അക്രഡിഷൻ ടു കണ്ടക്ട് ലാപ്രോസ്കോപ്പിക് സർജറി. ഇപ്പൊ ഈ ഹോസ്പിറ്റലിന് ഇതിനുള്ള അക്രഡിഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേസ്. അതുപോലെ 3-ാം പ്രതിക്ക് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ നടത്താനുള്ള ട്രെയിനിങ് കിട്ടിയിരുന്നില്ല എന്നുള്ളതുമാണ് അടുത്ത കണ്ടൻഷൻ. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അത് നടത്താനായിട്ടുള്ള ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രെയിൻഡ് ആയിരിക്കണം ലാപ്രോസ്കോപ്പി സർജറിയിൽ. അതിൽ ഒരു വിറ്റ്നസ് അദ്ദേഹം കാറ്റഗോറിക്കലി ഡിപ്പോസ് ചെയ്തു കോടതിയിൽ. ഈ 3-ാം പ്രതി എന്ന് പറയുന്നത് ഹാഡ് അണ്ടർഗോൺ ട്രെയിനിങ് ഇൻ ലാപ്രോസ്കോപ്പിക് സർജറി, അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ലോവർ കോടതി ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത് എന്തെന്ന് വെച്ചാൽ 1, 2, 4, 6 പ്രതികൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ യാതൊരു ട്രെയിനിങ്ങും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ എക്സിബിറ്റ് P17 പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ മാൻഡേറ്റ്സ് ദാറ്റ് എ ഡോക്ടർ ഹു പെർഫോം ദ സർജറി ഷുഡ് ബി ട്രെയിൻഡ് ലാപ്രോസ്കോപ്പി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്രെയിനിങ് കിട്ടിയിരിക്കണം എന്ന് മാത്രമേ എൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് ഇവർക്കുണ്ടായിരുന്നു എന്ന് വിലയിരുത്തി. അടുത്തത്, ലിസ്റ്റ് ഓഫ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പെർഫോംഡ് സ്റ്റെറിലൈസേഷൻ സർജറീസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ.
ഹോസ്പിറ്റലിലുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഈ ലിസ്റ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 2007 ലിസ്റ്റാണ് ഹാജരാക്കിയത്. അവിടുത്തെ ലിസ്റ്റിൽ ഈ പറയുന്ന ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. ഈ DMAയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചതിൽ കിട്ടിയതാണ് ഈ ഒരു റെക്കോർഡ്സ്. പക്ഷേ ഇതിന് മുമ്പുള്ള ഡയറക്ടറി ഒന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതിന് ശേഷമുള്ളതേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ഈ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിനോ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലില്ല. 2007 ശേഷമുള്ള ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഈ ഹോസ്പിറ്റലും ഉണ്ട്. ഇവർക്ക് അക്രഡിഷൻ ഇല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു റെക്കോർഡ്സും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ക്വസ്റ്റ്യനും ഇവർക്ക് ഫേവറായിട്ട് തന്നെ വന്നു. അടുത്തത് ദ സർജറി ആൻഡ് നഴ്സസ് നോട്ട്സ് വെയർ നോട്ട് കെപ്റ്റ് പ്രോപ്പർലി. അപ്പോൾ ഇവിടെ ഈ ഒരു അലിഗേഷൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ 201 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IPC. അതിൽ കോസിംഗ് ദ ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഓഫ് ആൻ ഒഫൻസ് ഓർ ഗിവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ ടു സ്ക്രീൻ ദ ഒഫൻഡർ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് PW9 എവിഡൻസിൽ പറഞ്ഞിട്ടുണ്ട് സർജറി നോട്ടും നഴ്സസ് നോട്ടും പ്രോപ്പർ അല്ലായിരുന്നു. അതുപോലെ എക്സിബിറ്റ് D9 റിപ്പോർട്ടിനകത്ത് അപെക്സ് ബോഡി അതിൻ്റെ അകത്ത് ഒൺലി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ ചാർട്ട് ഈ ഹോസ്പിറ്റലിൽ ഇൻകംപ്ലീറ്റ് ആയിരുന്നു എന്നാണ്. നോ സ്പെസിഫിക് ഇംപ്രോപ്പറേറ്റി ഓർ ഒമിഷൻ ഹാസ് ബീൻ പോയിന്റഡ് ഔട്ട്. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇംപ്രോപ്പറേറ്റിയോ അല്ലെങ്കിൽ ഒമിഷനോ ഇതിൻ്റെ അകത്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. മിയർ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ സർജറി നോട്ട് നഴ്സസ് നോട്ട് ഓർ കേസ് ഷീറ്റ് പ്രോപ്പർലി കനോട്ട് ബി കൺസ്ട്രൂഡ് ആസ് ഇന്റൻഷണൽ. സർജറി നോട്ടോ നഴ്സസ് നോട്ടോ അല്ലെങ്കിൽ കേസ് ഷീറ്റോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇന്റൻഷനൽ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കോസിംഗ് ദ ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. ദസ് ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ആർ ഇൻസഫിഷ്യന്റ് ടു പ്രൂവ് ദ അലിഗേഷൻ ഓഫ് ഒഫൻസ് അണ്ടർ 201 IPC. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് 201 IPC പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദ പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു പ്രൂവ് ദ ഒഫൻസസ് അലീജ്ഡ് അഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ് ബിയോണ്ട് എ റീസണബിൾ ഡൗട്ട്. ഡൗട്ട് ഇല്ലാതെ ഈ പ്രതിക്കെതിരെയുള്ളത് അലിഗേഷൻസ് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദർ ഇസ് നോ കൺവിക്റ്റിംഗ് എവിഡൻസ് ടു കണക്ട് ദ അക്യൂസ്ഡ് വിത്ത് ദ അലീജ്ഡ് ഇൻസിഡന്റ്. ഒരു പ്രതിയെ കൺവിക്ട് ചെയ്യാനുള്ള എവിഡൻസ് ഒന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അറ്റ് എനി റേറ്റ് ദ അക്യൂസ്ഡ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടും. ഹെൻസ് ദ കൺവിക്ഷൻ ആൻഡ് സെന്റൻസ് അണ്ടർ 304A 201 റെഡ് വിത്ത് 34 IPC കനോട്ട് ബി സസ്റ്റെയിൻഡ്. 304A-ലും 201-ലും 34-ലും ശിക്ഷിച്ചത് ട്രയൽ കോടതി ശിക്ഷിച്ചത് നിലനിൽക്കില്ല എന്ന് ഈ കോടതി വിലയിരുത്തി. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കൺസ്യൂമർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ. അപ്പോൾ കൺസ്യൂമർ കേസ് ഡിഫറൻ്റ് ആണ്. അത് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ 7 ലക്ഷം രൂപ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷൻ ഗ്രാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഹോസ്പിറ്റൽ നാഷണൽ കമ്മീഷനിൽ അപ്പീൽ പോയി. അപ്പൊ ഇവിടുത്തെ ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലൊരു സെറ്റിൽമെന്റ് കണക്ക് വന്നതാണ്. അവർ 7 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നതിൽ ഇവർക്ക് യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. അവിടെ കെട്ടിവെച്ച പൈസ. അതുപോലെ തന്നെ ഈ കേസിലെ അപ്പലന്റിന് ഈ കേസുമായിട്ട് ഇനി പ്രൊസീഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. 7 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാനായിട്ട് അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും ഹോസ്പിറ്റലിന് ആ കേസുമായിട്ട് കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളതും അവർ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എബോവ് ഫൈൻഡിങ്സിൽ നമ്മൾ നേരത്തെ കേട്ട ഫൈൻഡിങ്സ് എല്ലാം കണക്കിലെടുത്ത് ദ കൺവിക്ഷൻ ആൻഡ് സെന്റൻസ് പാസ്ഡ് ബൈ ദ കോർട്ട് ബിലോ വിടെ ദ ഇംപ്യൂൺഡ് ജഡ്ജ്മെന്റ് ആർ സെറ്റ് സൈഡ്. അങ്ങനെ മുമ്പ് കൺവിക്ട് ചെയ്ത ആ ട്രയൽ കോടതിയുടെ ജഡ്ജ്മെന്റിന് ഈ ഹൈക്കോടതി സെറ്റ് സൈഡ് ചെയ്തു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുനിന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസ്, എങ്ങനെയാണ് ഒരു ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുന്നത്, എന്താണ് സിവിൽ ലയബിലിറ്റി, എപ്പോഴാണ് സിവിൽ ലയബിലിറ്റി ഉണ്ടാവുന്നത്, ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു സർജറിയിൽ പെർഫോം ചെയ്യേണ്ടത്, വെറുതെ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഒരു കേസ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു സർജറി നടത്തേണ്ട സർജന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, ഇതൊക്കെ നമ്മൾ ഇപ്പം ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ റൂൾസ് എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് അക്യൂർ ചെയ്ത് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നതിനുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണം, ആ നിയമപരമായ ഒരു കാര്യം ചെയ്തിട്ട് വേണം അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും നമുക്കധികം പ്രശ്നങ്ങളും വരത്തില്ല. അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് ഒരുപാട് പൈസയും ധനനഷ്ടം സമയനഷ്ടം ഒക്കെ ഉണ്ടായി അതിന്റെ പിറകെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ പെടാനുള്ള സാഹചര്യം ഭാവിയിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതൊക്കെ മുൻകരുതലോടുകൂടി എല്ലാം ചെയ്തു വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത്. ഇനി മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഒരാൾ പ്രസവം എടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ ഹാർട്ട് സംബന്ധമായ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കേസ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏത് ഡോക്ടറാണത് അതിൽ അപ്പിയർ ചെയ്യേണ്ടത്, ആ പേഷ്യൻറ്റിന് നോക്കേണ്ടത്, അത് കാർഡിയോളജിസ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടർ വന്ന് അതിൽ കൈകാര്യം ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, മെഡിക്കൽ നെഗ്ലിജൻസ് ആവുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ലീഗലി. അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഇടാം. ഇപ്പോൾ ഇത് ഞാനിത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. ഒരുപാട് വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ പ്ലേലിസ്റ്റിലുണ്ട് വീഡിയോസൊക്കെ, ഫാമിലി, ക്രിമിനൽ, സിവിൽ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ ചാനൽ പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.